അപ്പൊ എന്റെ മുകളിൽ കാണുന്ന നമ്മുടെ നഴ്സറിയില് ഗ്രേപ്പ് കായ്ച്ചിരിക്കുന്നതാണ്. നിറച്ച് കായ്ച്ചിരിക്കുന്ന മുന്തിരിങ്ങയുടെ ഒരു ചെടിയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് അതിനുവേണ്ടി ഫ്രെയിം ഒക്കെ ആക്കി നല്ല ഭംഗിയിൽ വളർത്തി വിട്ടതാണ്. മുന്തിരിങ്ങ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ ഇതിന്റെ നിപ്പിങ് കൃത്യമായിട്ട് നമ്മൾ ഇതിന്റെ തളിരലുകൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഈ രീതിയിൽ നമ്മൾ ഇതിന്റെ ഒരു ക്രീപ്പറിന്റെ അറ്റത്തെ തളിരൽ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫ്ലവർ ചെയ്യുന്ന കൂമ്പുകൾ വരുള്ളൂ. എന്നാൽ മാത്രമേ ഫ്ലവർ ചെയ്ത് ഫ്രൂട്ട് ആവാനുള്ള സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് മീൽ അതുപോലെ ബോൺ മീൽ ഇത് രണ്ടും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മീൻ കഴുകിയ വെള്ളം അല്ലെങ്കിൽ ചിക്കൻ കഴുകിയ വെള്ളം അങ്ങനെ നമുക്ക് ചോര കലർന്ന വെള്ളം നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കണം. മാസത്തിൽ ഒരിക്കൽ മാത്രം ഒഴിച്ചു കൊടുക്കണം. വളരെ നല്ലതാണ് ഫ്ലവർ ചെയ്യാനും ഫ്രൂട്ട് ചെയ്യാനുമായിട്ട്. അതുപോലെ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന തൈ നിങ്ങൾ കാണുന്നത് കംബോഡിയൻ വൈൽഡ് ഗ്രേപ്പ് എന്ന് പറഞ്ഞ ഗ്രേപ്പിന്റെ ഒരു പുതിയൊരു വെറൈറ്റിയാണ്. അത് നമുക്ക് സാധാരണ ഒരു കൊലയിൽ 40, 50, 100 കായ്കൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഈ കംബോഡിയൻ ഗ്രേപ്പ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഗ്രേപ്സ് നമുക്ക് ഒരു കൊലയിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിന് തന്നെ ഉണ്ടാവുന്നതായിട്ട് ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം മധുരമുള്ള വെറൈറ്റി തന്നെയാണ്. നിറച്ച് കായ്ച്ച് കിട്ടും. കായ്ക്കാൻ 1.5 കൊല്ലം മാത്രമേ ആവശ്യമുള്ളൂ. ഇതിന്റെ തൈകൾ അവൈലബിൾ ആണ്. കൊറിയർ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ആയിട്ടോ നമ്മൾ എത്തിച്ചു തരാൻ വേണ്ടി പറ്റും. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ഇഷ്ടംപോലെ വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ കയറി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.